എന്തെല്ലാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നും അന്നമ്മ വർഗീസ് ആണ്. ഈ കുടുംബം പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് മൂത്ത മകന് 36 വയസ്സായി, മകൻ്റെ വിവാഹം വേഗത്തിൽ നടക്കണം. അതോടൊപ്പം വിട്ടുമാറാത്ത ചുമയും കാലുകളിലെ പ്രയാസവും മാറണം. താനായിരിക്കുന്ന BR കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. നമുക്കൊരു നിമിഷം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, തടസ്സമായിരിക്കുന്ന സകലത്തിന്മേലും നിൻ്റെ കൃപ ചലിക്കണം. പ്രത്യേകിച്ച് മൂത്ത മകൻ്റെ വിവാഹം കർത്താവെ, ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ. അപ്പോൾ അതിന്മേൽ താമസമുണ്ടാകാതെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. BR കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, തൻ്റെ കാലുകളിലെ പ്രയാസം മാറണം, വിട്ടുമാറാത്ത ചുമ മാറിപ്പോകണം അപ്പാ. ഇളയ മകനായി പ്രാർത്ഥിക്കുന്നു. താനായിരിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിക്കട്ടെ. ഈ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആരോഗ്യത്തെ പകർന്നാട്ടെ, ദൈവിക സന്തോഷത്തെ കൊടുത്താട്ടെ അപ്പാ. കർത്താവെ, ഇബ്രാഹിൻ്റെ ലൈഫിൽ താൻ വാഹനം ഓടിക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം, അത് നന്നായി ചെയ്യുവാൻ കഴിയട്ടെ അപ്പാ. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ഒരു ഡെലിവറൻസ് ഈ വീട്ടിലുണ്ടാകട്ടെ, പ്രത്യേകിച്ച് മക്കളുടെ മേലെ അത് ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്തോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിലുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ഈ നാളുകളിൽ തന്നെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം വലിയൊരു വിടുതലിനെ തരട്ടെ. അതോടൊപ്പം തന്നെ വർക്കലയിൽ നിന്നും ഒരു വെൽവിഷർ കൂടിയുണ്ട്. ഈ കുടുംബം പറയുന്നത് ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ വീട്ടിലായിരിക്കുന്ന ഭിന്നതയിൽ നിന്നും കർത്താവ് ഒരു വിടുതലിനെ കൊടുക്കണം. നമുക്കൊരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കുടുംബം പറഞ്ഞതുപോലെ കർത്താവെ ബ്രദറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നേതൃത്വത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഒപ്പമായിരിക്കുന്ന ശുശ്രൂഷകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ, ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. അതോടൊപ്പം തന്നെ ഈ വീട്ടിലായിരിക്കുന്ന എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ, എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ അപ്പാ. എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടഞ്ഞു പോകട്ടെ. മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. സ്വസ്ഥതയുള്ളൊരു ഭവനമായി ഇത് മാറട്ടെ. ദൈവത്തിൻ്റെ സമാധാനം ആ വീട്ടിൽ നിലനിൽക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സമാധാനം ആ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. കലഹമുണ്ടാക്കുന്നവ നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവേ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത 2 കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ. ഇന്ന്
നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഒറ്റയ്ക്കാണ് എന്നാണ്. എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, കർത്താവിനോട് സംസാരിക്കുന്നില്ല, ഇതിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. എന്നാൽ ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, നീ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നീ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ നിനക്ക് ശബ്ദത്തെ ഏറെ കേൾക്കാൻ കഴിയും. ഓരോ കുഞ്ഞു കാര്യത്തിൽ പോലും കർത്താവ് നിന്നെ ഗൈഡൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിന് ദൈവ ശബ്ദത്തെ കേൾക്കാനായി കഴിയുന്നില്ല. എന്നാൽ കർത്താവിനോടൊപ്പം ആയിരുന്നാട്ടെ, അവൻ പ്രയാസം വരുമ്പോൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, പ്രയാസം വരുമ്പോൾ ഒപ്പം നിൽക്കുന്ന കർത്താവാകുന്നു. നമുക്ക് മെസ്സേജിലേക്ക് പോകാം, ശ്രദ്ധയോടെ കേട്ടാട്ടെ. ശിഷ്യന്മാര് 11 പേര് വള്ളത്തിലിരിപ്പുണ്ട്. ഒരുവൻ എഴുന്നേറ്റ് ചോദിച്ചു, വരുന്നതാരാ? യേശു പറഞ്ഞു, ഇത് ഞാനാണ്, കാണാൻ വയ്യ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, കാണാൻ വയ്യ പക്ഷെ കേൾക്കാനുണ്ട്. പറ, കാണാൻ പറ്റത്തില്ല പക്ഷെ ചിലത് കേൾക്കാൻ പറ്റും. പറ, കാണാൻ കഴിയുന്നില്ല, നിൽക്കുന്നത് ആരാന്ന് അറിയാൻ വയ്യ, ഭൂതമാണോ ദൈവമാണോ അറിയാൻ വയ്യ, പക്ഷേ ഒരു ശബ്ദം കേൾക്കാം. അത് നിന്റെ ഫെമിലിയർ ശബ്ദമാണെങ്കിൽ, അത് നിനക്ക് അറിയാവുന്ന ശബ്ദമാണെങ്കിൽ അതിന് അനുകൂലമായി കാലുവെക്ക്. മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്നു നീ ചെയ്തെടുക്കും. അടുത്തിരിക്കുന്നവര് പറയുന്നത്, അടുത്തിരിക്കുന്നവരോട് പറ, ചിലത് ചിലപ്പോ കാണാൻ കഴിയത്തില്ല. കൊടുങ്കാറ്റിന്റെ നടുവിലെ, ചുഴലിക്കാറ്റിന്റെ നടുവിലെ, വെള്ളപ്പൊക്കത്തിന്റെ നടുവിലെ, ഇരുട്ടിന്റെ നടുവിലെ ചിലത് കാണാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ ചിലത് കേൾക്കാൻ കഴിയും, ചിലത് കേൾക്കാൻ കഴിയും. കാറ്റുണ്ടോ? ഉണ്ട്. തിരമാലയുണ്ടോ? ഉണ്ട്. അതോ വെള്ളം പൊങ്ങുകയാണോ? ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്, ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. നിന്റെ കൊടുങ്കാറ്റിന്റെ നടുവിൽ, ചുഴലിക്കാറ്റിന്റെ നടുവിൽ, കടൽ ക്ഷോഭത്തിന്റെ നടുവിൽ, മുങ്ങുമെന്ന് തോന്നുന്ന നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേൾക്കുന്നവനാണ് വിജയത്തിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ശബ്ദം എന്നാന്നറിയോ? വെള്ളത്തിലേക്ക് വരാനാണ്. ശബ്ദം എന്നാന്നറിയോ? പ്രകൃതിയാതീതമായ കാര്യം ചെയ്യാനാണ്. ശബ്ദം എന്നാന്നറിയോ? ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാണ്. ശബ്ദം എന്നാന്നറിയോ? തിരമാലയുടെ മേൽ ചവിട്ടാനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അത്ഭുതം കാണാൻ നീ വള്ളത്തിലിരുന്നാൽ പറ്റത്തില്ല, നീ ഗോദയിലേക്ക് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഒന്ന് കൈയടിച്ചു ഒരു ആമേൻ പറ. പ്രശ്നങ്ങളില്ലാതെ നിനക്ക് അത്ഭുതങ്ങൾ, പ്രശ്നങ്ങളില്ലാതെ നീ അവിടെ നിന്ന് പുറത്തേക്ക് വരാമെന്നാ വിചാരിച്ചതെങ്കിൽ യോശുവിന് പറയാനുള്ളത്, അവർ 11 പേരും പ്രശ്നങ്ങളില്ലാതെ അക്കരെ കയറട്ടെ, കുഴപ്പമില്ല. പക്ഷെ നീ കയറേണ്ടത് അത്ഭുതങ്ങളുടെ അക്കരെ കയറണം. 2 പേരും അക്കരെ ചെന്നു. ഒരാൾ വെള്ളത്തിന് മീതെ നടന്നു ചെന്നു, ഒരാൾ വള്ളത്തിൽ യാത്ര ചെയ്തു. ആരുടെ കൂട്ടത്തിലാ നിങ്ങളെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. എന്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? ഇരുട്ടിലെ ശബ്ദം കേൾക്കാം. പറ, കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ശബ്ദം കേൾക്കാം. കാറ്റിന് നടുവിൽ ശബ്ദം കേൾക്കാം. ആരോ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രശ്നത്തിന്റെ നടുവിൽ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. ആ പറഞ്ഞ ആളും കള്ളനാ, പറയുന്ന ആളും കള്ളനാ. പ്രശ്നം കൂടുന്നതനുസരിച്ച് നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ആ പറയുന്നതേ കള്ളന്മാരാണ്. പ്രശ്നം കൂടുന്നതനുസരിച്ച് എൻ്റെ കർത്താവ് കൂടെ ഉണ്ടാവും. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. നമ്മൾ പറയും, ഒരു കടൽ തീരത്ത് കൂടെ നടക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ ചെന്നപ്പോ, നിങ്ങൾ അങ്ങനെ കഥ കേട്ടിട്ടോന്ന് എനിക്ക് തോന്നുന്നു, പറയാൻ വയ്യ ഇനിയിപ്പോ. ബ്രദറെ, നീ പ്രശ്നങ്ങളാകുമ്പോൾ എൻ്റെ കർത്താവ് മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നത്, ചെറിയ കാര്യത്തിൽ പോലും അവൻ നിന്നോട് സംസാരിക്കുകയോ ചെയ്യുന്നത്. തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അറിവില്ലായ്മയാണ്. നീ ചെറിയ പ്രശ്നത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, ഏത് പ്രശ്നത്തിലാണെങ്കിലും കർത്താവ് നിന്റെ കൂടെയാ. അവൻ നിന്നോട് സംസാരിച്ചോണ്ടേയിരിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കണം,
ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് വരുന്നത് ആരാണോ അനുസരിക്കുന്നത് അവരെ മാത്രമേ ദൈവത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ കഴിയത്തുള്ളൂ, മറ്റുള്ളവരുടെ നടുവിൽ ഉയർത്താൻ കഴിയത്തുള്ളൂ. ഇന്നലകളിൽ ശുശ്രൂഷകരിൽ നിന്ന് വ്യത്യസ്തമായി ഉയർത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മോശയെ പോലെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദൈവശബ്ദം കേട്ടിട്ട് ആക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആളുകൾ എന്നോട് ചോദിക്കുന്നു, തിരുവനന്തപുരത്ത് തന്നെ 100 ഏക്കർ മേടിക്കണം നിർബന്ധമുണ്ടോ? അത് നാഗർകോവിലോട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്ക് റിട്രീറ്റ് അവിടെ നടത്തിയാലും കുഴപ്പമില്ലല്ലോ, ആ പൈസ കൊണ്ട് 4 ചർച്ചും കൂടെ വെച്ചൂടെ ഇടുവേ. അപ്പം എൻ്റെ അർത്ഥം, ഇവിടെ തരാൻ പൈസ തരാൻ ദൈവത്തിന് കഴിയത്തില്ല, അവിടെ തരാൻ കഴിയും. പിന്നെ ബാക്കി ചർച്ച് പണിയുന്ന കാര്യത്തിലും കർത്താവ് കുറച്ച് കഷ്ടപ്പാടില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഉള്ള പൈസ ഒരുമിച്ചിട്ട് നമുക്ക് കർത്താവിന് എന്ത് ചെയ്യാം? എടാ, കർത്താവിനൊരു ദാരിദ്ര്യം വന്നില്ല, നിന്റെ വിശ്വാസത്തിന് ദാരിദ്ര്യം വന്നിട്ടുള്ളൂ. എന്നാ ചെയ്യണം? സോളി, എനിക്ക് ദാരിദ്ര്യമുള്ള ഒരു കാര്യമാണ് വിശ്വാസം. ഒരു കാര്യത്തിൽ ഞാൻ ഇതുവരെ പുതിയ വണ്ടി മേടിച്ചില്ല. ഞാനതിന് പറഞ്ഞു 2 ലക്ഷം രൂപ കൂടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, 2 ലക്ഷം രൂപ കുറച്ച് കിട്ടത്തില്ലേ പഴയ വണ്ടിയാണെങ്കിൽ? 2 ലക്ഷം രൂപ ലാഭം വെച്ചിട്ട് ഞാൻ 2 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാൻ പോവാ? സുവിശേഷ വിലയ്ക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം? എൻ്റെ 2 ലക്ഷം രൂപ കിട്ടിയിട്ടില്ലേ കർത്താവിൻ്റെ ദാരിദ്ര്യം തീരത്തുള്ളൂ. സത്യത്തിൽ എൻ്റെ തലയിലാണ് ദാരിദ്ര്യമുള്ളത്. ഞാൻ എൻ്റെ കർത്താവിനെ ചെറുതായി കാണുക. നിങ്ങളെന്താ സ്വത്രം പോയെ? ഞാൻ വർഷങ്ങളോളം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. 2002 ഞാൻ ഒരിക്കൽ എറണാകുളത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗിക്കുന്നതിനിടയിൽ അന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി, പാൻറ്റിൻ്റെ ബെൽറ്റ് പോയി, ബക്കിളൊടിഞ്ഞു പോയി. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്നെ അടുത്തൊരു ഷോപ്പിൽ കൊണ്ടുപോയി ബെൽറ്റ് വാങ്ങാനായി പോയി. ചെന്നത് ഞാൻ പാർക്ക് അവന്യൂ എന്ന് പറയുന്ന ബെൽറ്റിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കമ്പനിയിലാണ് പോയത്. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ വില 850-900 രൂപയാണ് ഒരു ബെൽറ്റിൻ്റെ വില. 2002 കാര്യമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, അന്ന് 25 രൂപയോ 50 രൂപ ഉണ്ടെങ്കിൽ ഒരു ബെൽറ്റ് കിട്ടും. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബെൽറ്റ് വേണ്ട. പുള്ളി ചോദിച്ചു, കാരണം എന്താ? അന്ന് 900 രൂപ ഉണ്ടെങ്കിൽ ഒരു ചാക്ക് അരി കിട്ടും. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒരു ചാക്ക് അരി എനിക്ക് മേടിച്ച് തന്നാൽ മതി, ഞാൻ 50 രൂപയുടെ ബെൽറ്റ് പുറത്തുനിന്ന് മേടിച്ചോളാം. പുള്ളി ഞാൻ തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. പുള്ളി ബ്രദറിന് ഇഷ്ടപ്പെട്ട ബെൽറ്റ് ഏതാ, സൈസ് ഏതാ, പുള്ളി സൈസ് നോക്കി പുള്ളി ബെൽറ്റ് മേടിച്ചു. ഞാൻ പുള്ളിയുടെ തലകുത്തി എന്ന് പറഞ്ഞു, ആ പൈസ തന്ന അരിയുടെ ഒരു ചാക്ക് അരി മേടിക്കാമെന്ന്. പുള്ളി 1000 രൂപ കൈ തന്നിട്ട് പറഞ്ഞു, ബ്രദറിന് അരിയും മേടിച്ചോ, ഈ ബെൽറ്റും കയ്യിലിരുന്നിട്ട്. ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ ഇങ്ങനെ ചിന്തിച്ചേ, സജി എന്ന് പറഞ്ഞൊരു ബ്രദറാണ് ചെയ്തത്. അന്ന് നിങ്ങൾ സഹിച്ചാന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. സഹിച്ചാൻ ഇങ്ങനെ ചെയ്യാമെങ്കിൽ എൻ്റെ ദൈവത്തിന് എത്രത്തോളം അങ്ങനെ ചെയ്യാം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ ദൈവത്തെ ചെറുതായാ കാണുന്നേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ അറിയേണ്ടത്, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നേരിട്ടിറങ്ങാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഒരു ദൂതനെ അയക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടത് ദ വേർഡ് ഓഫ് ദ ലോർഡ് ആണ്. നീ ആ വേർഡ് ഓഫ് ദ ലോർഡ് കേൾക്കുമ്പോൾ നീ വിചാരിച്ചോണം, എൻ്റെ ഉള്ളിൽ തോന്നിയതല്ല, ദൈവം വെളിപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അത് നീ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ സ്വർഗം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്വർഗത്തിനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാ. സ്വർഗത്തിനെ ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടതിനെ, മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനെ നിന്റെ കൈകളിൽ തരുന്ന പ്രധാനമായ അനുഭവത്തെയാണ് അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ പറയാം. ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതിനെ, മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവൻ്റെ ശബ്ദമാണ്. ആരെങ്കിലും ദൈവത്തെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നീ എന്ത് ചെയ്താൽ മതി? അവൻ്റെ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തെ പ്രാക്ടിക്കലേക്ക്, വെളിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദൈവം മാനിഫെസ്റ്റഡ് ആകും. ഒന്നും കൂടെ ഞാൻ പറയാം. ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട്, മോള് കേൾക്കുന്നോ? ആറ്റിങ്ങൽ
നിന്റെ കുഞ്ഞ് നടക്കത്തില്ല, ഇരിക്കത്തില്ല. നീ അതിന് വേണ്ടത് അവൻ്റെ ശബ്ദം കേൾക്കുകയാ. ആ ശബ്ദം നീ കേട്ടിട്ട് എന്ത് നീ ചെയ്യുന്നു അവിടെ വെളിപ്പെടുന്നു, അവൻ തന്നെയാ വെളിപ്പെടാൻ പോകുന്നത്. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത് അവൻ്റെ ശബ്ദത്തിലൂടെയാണ്. ദൈവം ഭൂമിയിൽ അവനെ തന്നെ വെളിപ്പെടുത്തുന്നത് അവൻ്റെ ശബ്ദത്തിലൂടെയാണ്. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ കൈ അടിച്ചു ആമേൻ പറ. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവനെയാണ് അനുഭവിക്കുന്നത്. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചേ. അവൻ്റെ ശബ്ദം അനുസരിക്കുന്നവർ അവനെയാണ് ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത്. എനിക്കത് എത്രത്തോളം നിങ്ങളുടെ തലയിൽ കയറിയെന്ന് എനിക്കറിയത്തില്ല. അവന്റെ ശബ്ദം അനുസരിക്കുന്നവർ അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ആരെങ്കിലും അവന്റെ ശബ്ദം അനുസരിച്ചാൽ അവനെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ അവനെ ചിലത് ചെയ്യാൻ നിങ്ങൾ പാത്രങ്ങളാകുകയാണ്. അവന്റെ ശബ്ദം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുക. സോളി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും പിടികിട്ടി കാണത്തില്ല. സോളി മുളങ്ങ് വന്നേ. എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ വചനം പറഞ്ഞു തലയിൽ കൈവയ്ക്കാൻ. ഞാനത് കേട്ടതേ ഉള്ളൂ. ആ നിമിഷം മുതൽ അവനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ആരെ കൊണ്ടുവന്നറിയോ? നിങ്ങൾ നേമയും പറയാത്ത. ഞാൻ അതിനെ കൊണ്ടുവന്നപ്പോ, ഞാനത് പ്രാക്ടിക്കലേക്ക് കൊണ്ടുവന്നപ്പോ സത്യത്തിൽ അവിടെ വെളിപ്പെട്ടത് ദൈവം തന്നെയാ. ഞാൻ രോഗത്തിന്റെ മേൽ കൈവച്ച് പോ എന്ന് പറഞ്ഞപ്പോ അത് പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ബോധ്യമാണ് ചെയ്തതെങ്കിൽ ഞാൻ കൊണ്ടുവന്നത് അവനെ തന്നെയാ കൊണ്ടുവന്നത്. ഞാൻ അവസാനിപ്പിക്കുവോ? ഒരു നിമിഷം എഴുന്നേറ്റ് കേൾക്കാവോ? നിങ്ങളിൽ ചിലരെ ദൈവം ഉയർത്താൻ പോകുന്നു. വേറൊരാളോട് എനിക്ക് പറയാനുള്ളത്, മോശയെ ഉയർത്തിയതുപോലെ ചിലരെ ദൈവം ഉയർത്താൻ പോകുന്നു. മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കുമെന്ന് യോശുവോട് പറഞ്ഞതുപോലെ നിങ്ങളോട് ചിലരോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, നിന്നോണ്ട് കേൾക്കണേ. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടിയിരിക്കും എന്ന് ഇസ്രയേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കും. എങ്ങനെയാന്ന് പറയാം. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽക്കാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്തത് മോശയോട് കൂടിയിരുന്നതുപോലെ യോശുവയുടെ കൂടെ ഉണ്ടെന്നും മോശ ഉയർത്തിയതുപോലെ ദൈവം യോശുവ ഉയർത്തുന്ന രീതിയും ദൈവം ചെയ്ത എന്നാന്നറിയോ? അവനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് പറഞ്ഞാൽ മതി, ആ പറയുന്നത് സംഭവിക്കുമ്പോൾ നീ ഉയരാനായി തുടങ്ങും. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ കേട്ടത് പറയാൻ തുടങ്ങുമ്പോൾ ദൈവം അവൻ ആഗ്രഹിച്ച വിധത്തിൽ നിന്നെ ഉയർത്താനായി തുടങ്ങും. ആമേൻ. നിന്റെ ഉയർച്ച ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ഗ്ലോറി ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ പ്രൊമോഷൻ ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ശുശ്രൂഷ ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക. ആമേൻ പറ. നിന്റെ സമ്പത്തിരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. നിന്റെ ആരോഗ്യം ഇരിക്കുന്നത് അവന്റെ ശബ്ദത്തിലാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. ദൈവം പറയുക, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്റെ കൂടി ഇരിക്കുകയും എന്ന് മോശ ഉയർത്തിയതുപോലെ ഞാൻ നിന്നെ ഉയർത്തുന്നു എന്ന് ലോകം അറിയേണ്ടതിന് ഇത് നീ പറയണം, ഇത് നീ പറയണം, ഇത് നീ ചെയ്യണം. നീ അത് പറഞ്ഞാൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ യോശുവ വാ തുറക്കുന്നത് വരെ ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റത്തില്ല.
യോശുവ വാ തുറന്നാൽ ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കരുത് പുരോഹിതന്മാർ വെള്ളത്തിൽ കാലി ചവിട്ടിയപ്പോഴും അത്ഭുതം നടന്നതെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. യോശുവ എപ്പോഴാണോ അത് പറഞ്ഞത് അപ്പോഴേ അത്ഭുതം നടന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? യോശുവ അത് എൻ്റെ പ്രതീക്ഷയില് വെള്ളപ്പൊക്കവും വെള്ളവും ആരാ ചവിട്ടൻ ഇവന്മാർ ഇതുവരെ ചവിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമായിരിക്കും. എൻ്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത്. വെള്ളപ്പൊക്കം എന്ത് നോക്കിയിരിക്കുവോ? ആരും ചവിട്ടിയില്ലല്ലോ ഇതുവരെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? അത്ഭുതം എപ്പോഴാണ് നടന്നതെന്നറിയോ? എപ്പോഴാണോ താൻ കേട്ടത് പറഞ്ഞത് അപ്പോഴാണ് അത്ഭുതം നടന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, വചനം ധ്യാനിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കണം. അത്ഭുതം നിങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങൾ നിങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങളുടെ രഹസ്യം അവനാണ്, അവന്റെ വചനമാണ്. കർത്താവിൻ്റെ മനസ്സിനെ പലപ്പോഴും നമുക്ക് പങ്കുവെക്കുന്നത് അവൻ്റെ ശബ്ദത്തിലൂടെയാണ്. അല്ല, എന്നിലൂടെയാണ്, നിങ്ങളിലൂടെയാണ് കർത്താവ് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ആകുന്നത്. നിങ്ങളാണ് ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കുന്നത്. അവൻ്റെ ശബ്ദം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രസൻസ് നമ്മളോട് ഒപ്പമുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിയെ ജീവിതത്തിലുടനീളം ജയത്തിൽ കൊണ്ടുപോകാനിടയാവും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവം മാനിച്ചുയർത്തിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്ററിന് പറയാനുള്ളത്. സിസ്റ്ററിന്റെ പേര് പ്രീത, ശ്രീകാര്യത്തു നിന്ന് വരുന്നു. ഈ സിസ്റ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ്. സിസ്റ്ററിന് ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ദൈവം നൽകിയെന്നാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ആളുകൾ എന്നോട് പറഞ്ഞായിരുന്നു, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് ദൈവകൃപയിൽ നിൽക്കാൻ വലിയ പാടാണ്. ഇത് ദൈവകൃപയിൽ നിൽക്കുന്ന വച്ച നിങ്ങളെന്താ ആമേൻ പറയാത്ത? അതുമല്ല, അവിടുത്തെ ഏറ്റവും ടോപ്പ് ആകാൻ കഴിഞ്ഞു എന്ന രസം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ, ഈ മോള് നിമിത്തം അനേകർ യേശുവിനെ അറിയട്ടെ. അവിടെ ഒന്ന് കൈയടിക്കാത്ത എന്താ നിങ്ങൾ? ബ്രദറെ, ഈ ആന്റിയുടെ ഹസ്ബൻഡിന് കർത്താവ് ചില 2 അത്ഭുത സൗഖ്യങ്ങളാണ് നമ്മളോട് പറയാനുള്ളത്. ഈ ആന്റിയുടെ പേര് ഡിനി എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് അന്തോണീസ്. പൊഴിയൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, 1 വർഷമായിട്ട് ആന്റിയുടെ ഹസ്ബൻഡിന് പൈൽസ് ഉണ്ടായിരുന്നു. മോശം പോകുമ്പോൾ നല്ല ബ്ലീഡിംഗ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബോഡി മൊത്തം വീക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സ് ഈ ആന്റിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. 1 വർഷമായിട്ട് ആന്റിയുടെ ഹസ്ബൻഡിനുണ്ടെന്ന പൈൽസ് കർത്താവ് പരിപൂർണമായി മാറ്റിയെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ആന്റിയുടെ ഹസ്ബൻഡിന് 1 വർഷമായിട്ട് ഷുഗർ ഹൈ ആയിരുന്നു. ഈ ഷുഗർ ഹൈ ആയത് കാരണം പാൻക്രിയാസിന്റെ പ്രവർത്തനം നിലച്ചു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അതിന്റെ കോംപ്ലിക്കേഷൻസ് ബോഡിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സൺഡേ ആന്റിയുടെ ഹസ്ബൻഡ് ചർച്ചിൽ ആദ്യമായിട്ട് വന്നു. അന്ന് ബ്രദർ കോമൺ ആയിട്ടൊരു ദൂത് പറഞ്ഞു, അനേകം പേർക്ക് നഷ്ടമായ അവയവങ്ങൾ കർത്താവ് തിരികെ നൽകുന്നു എന്ന് പറഞ്ഞു. ആ സമയം അങ്കിള് വിശ്വസിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ശരീരത്തിൽ ഒരു ഷോക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നി. വീട്ടിൽ പോയി വീണ്ടും ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ നോർമലായി. കൂടാതെ ശരീരത്തിലെ എല്ലാ തളർച്ചയും ബുദ്ധിമുട്ടും മാറിയെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തു. ഈ ദിവസങ്ങളെല്ലാം പരിശോധിച്ചോ? ഷുഗർ നോർമലായി. അതിന് കയ്യടി കേട്ടില്ല, ശബ്ദം കേട്ടില്ല. ഞാന് ഇത് പറഞ്ഞ കേട്ടോ. ഷുഗർ എല്ലാ ദിവസവും പരിശോധിച്ചു, നോർമലാണ്. താങ്ക് യു. സാമ്പത്തിക നന്മയുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്റർ. ഇത് നമ്മുടെ അരുൺ ബ്രദറിന്റെ വൈഫാണ്. നമ്മുടെ കോൾ സെന്ററിലെ ഹെഡായിട്ടിരുന്ന ആളാണ് അരുൺ ബ്രദർ. നമ്മുടെ ദുബായിൽ ചർച്ചിലെ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മളെ ഒത്തിരി സഹായിക്കുകയും ചെയ്യുന്ന കുടുംബമാണ്. പറഞ്ഞായിട്ട് സിസ്റ്ററിന്റെ പേര് അഞ്ജു, പട്ടം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്റർ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് ഒരു കാറ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസത്തോടെ ബ്രദർ പഠിപ്പിക്കുന്ന വിശ്വാസ വാക്യങ്ങളെല്ലാം ഏറ്റു ചൊല്ലുമായിരുന്നു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്, അവർ പ്രതീക്ഷിച്ചതിന് മുന്നേ തന്നെ എനിക്ക് 4 വീലർ വാങ്ങാൻ ദൈവം അത്ഭുതം ചെയ്തു തന്നു.
ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം, വിടുതലുകൾക്കായി നന്ദി പറയാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഈ പ്രശ്നമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഈ പ്രശ്നമാണ് എന്നെ തകർത്ത് കളഞ്ഞത്, ഈ പ്രശ്നം വന്നപ്പോഴാണ് എൻ്റെ ജീവിതം ഇത്രത്തോളം താറുമാറായത്. ഏത് കാര്യമാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അതിനൊരു പരിഹാരത്തെ നൽകുവാൻ, ആ പ്രശ്നങ്ങൾക്ക് അതിലൂടെ നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ ശബ്ദത്തിന് കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ, കർത്താവിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് ഇടിഞ്ഞിരിക്കുന്നവർ, കർത്താവെ അങ്ങിലേക്കും മടങ്ങി വരട്ടെ അപ്പ, അങ്ങിലേക്കും മടങ്ങി വരട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുത ശക്തി കർത്താവെ കുടുംബങ്ങളിൽ ചലിക്കട്ടെ അപ്പ, കുടുംബങ്ങളിൽ ചലിക്കട്ടെ അപ്പ. ചില വ്യക്തികളെ എനിക്ക് കാണാൻ കഴിയും, ഉപയോഗിക്കാതിരുന്ന് പൊടി പിടിച്ച് കരി പിടിച്ച് വല്ലാതായിരിക്കുന്ന വസ്തു പോലെ ചില വ്യക്തികളുടെ ലൈഫായിരിക്കുകയാണ്. മൊത്തം കരി പിടിച്ചിരിക്കുകയാണ്. ആ വ്യക്തികളെ കർത്താവ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ കുടുംബങ്ങൾ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പ, ഈ കുടുംബങ്ങൾ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്നത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. പ്രത്യേകിച്ച് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ കർത്താവിൻ്റെ കൃപയോടുകൂടെ ചിലതിനെ ജയിക്കുവാൻ, ചിലതിന്മേ മറികടക്കുവാൻ അപ്പോൾ ഇവരെ സഹായിക്കണമേ അപ്പാ, സഹായിക്കണമേ അപ്പാ. ദൈവസാന്നിധ്യത്തിൻ്റെ നിറവ് കൂടെ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.